പുണ്യമായ 18-ാം പടിയുടെ ഭാഗങ്ങൾ പോലും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ഇനിയും ഒരുപാട് സത്യങ്ങൾ മറനീക്കി പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത്. SIT അന്വേഷിച്ചത് കൊണ്ട് മാത്രം സത്യം പുറത്തുവരില്ല, CBI തന്നെ അന്വേഷിക്കേണ്ടി വരുമോ എന്നാണ് പുതിയ ചോദ്യം. ഏതായാലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ഡി മണി എന്നാൽ ഡയമണ്ട് മണി. പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടു 1000 കോടിയുടെ കവർച്ചയ്ക്ക് പദ്ധതി എന്ന്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ശബരിമല അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രവും ഒക്കെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ഈ കൊള്ളക്കാർ. ഇവർക്ക് പിന്നിൽ ഇനി വമ്പന്മാരുണ്ടോ? ഇനിയും ഒരുപാട് വലയിലാകാനുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സമയമാണ്. പുണ്യമായ 18-ാം പടിയുടെ ഭാഗങ്ങൾ പോലും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നുവോ? SIT കൊണ്ട് മാത്രം സത്യം പുറത്തു വരില്ല, CBI അന്വേഷണം തന്നെ വേണമെന്ന വിശ്വാസികൾ ആവർത്തിച്ച് പറയുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇതേ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം അനിവാര്യമെന്ന് ആവർത്തിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഒരു SIT അന്വേഷണം കൊണ്ട് മാത്രം എല്ലാ സത്യവും പുറത്തു വരില്ല. നേരത്തെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ആശങ്ക ഉളവാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ കൊള്ള 4.5 കിലോ സ്വർണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇടതുമുന്നണിയുടെ ദേവസ്വം ബോർഡ് ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൂടി കടത്തിക്കൊണ്ടുപോയി അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾക്ക് വിറ്റെന്നാണ് അന്വേഷണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഈ നാണംകെട്ട അഴിമതിയെ ഒരു പിഴവ് മാത്രമായി ചിത്രീകരിച്ച് മറച്ചുവെക്കാനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം ശ്രമിച്ചത്. 2015 UDF ഭരണകാലത്ത് പുതുക്കിപ്പടുത്ത പുണ്യമായ 18-ാം പടിയുടെ ഭാഗങ്ങൾ പോലും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ വാസുവിനെയോ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം നീതി നടപ്പാവില്ല. കോൺഗ്രസ് UDF കാലത്ത് തുടക്കമിട്ട CPM LDF ഭരണത്തിൽ നടപ്പിൽ വരുത്തുക ചെയ്ത വലിയൊരു ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ഇത് വെറും കൊള്ള മാത്രമല്ല, ഇത് ഈശ്വരനിന്ദയാണ്. സ്വാമി അയ്യപ്പനോടും തന്നെപ്പോലെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരോടുമുള്ള വഞ്ചനയാണ്. ഒരു SIT അന്വേഷണം കൊണ്ട് മാത്രം എല്ലാ സത്യവും പുറത്തു വരില്ല. അതിന് CBI അന്വേഷണം തന്നെ അനിവാര്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഡി മണി എന്നാൽ ഡയമണ്ട് മണി. പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടു 1000 കോടിയുടെ കവർച്ചയ്ക്ക് പദ്ധതി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഡി മണി എന്നയാളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഡി മണി ശബരിമലയുടെ പഞ്ചലോക വിഗ്രഹങ്ങൾ വാങ്ങിയെന്ന വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഡി മണി എന്നാൽ ഡയമണ്ട് മണി എന്നാണ് SIT പറയുന്നത്. യഥാർത്ഥ പേര് ബാലമുരുകൻ എന്നും സ്ഥിരീകരിച്ചു. ഡി മണിയും സംഘവും കേരളത്തിൽ ലക്ഷ്യമിട്ടത് 1000 കോടിയുടെ കവർച്ചയാണെന്നും ശബരിമല കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടതായും സൂചനകളുണ്ട്. മണിയെ ചോദ്യം ചെയ്യുന്നത് തുടരും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയാണ് ഡി മണിയെക്കുറിച്ചും വിഗ്രഹക്കടത്ത് സംഘത്തെക്കുറിച്ചും SITക്ക് മൊഴി നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘമുണ്ടെന്ന് വ്യവസായിയിൽ നിന്നും വിവരം ലഭിച്ചതായാണ് ചെന്നിത്തല വെളിപ്പെടുത്തിയത്. സ്വർണം തട്ടിയെടുത്തതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിൽ നടന്നുവെന്നാണ് മലയാളിയായ വിദേശ വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. 2019-2020 കാലങ്ങളിലായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് വിറ്റത്. ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെന്നൈക്കാരനാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇടനിലക്കാരൻ. വിഗ്രഹങ്ങൾ കൊടുക്കാൻ നേതൃത്വം നൽകിയത് ശബരിമലയുടെ ഭരണ ചുമതലയുള്ള ഒരു ഉന്നതനാണെന്നും മൊഴിയിലുണ്ട്. തെറ്റ് ചെയ്തവർ ഒന്നൊന്നായി പിടിയിലാവുകയാണ്. വമ്പൻ സ്രാവുകൾ ഒടുവിൽ വലയിൽ കുടുങ്ങി തുടങ്ങിക്കഴിഞ്ഞു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഞെട്ടിക്കുന്ന പല സംഭവങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും ശ്രമം സംഘം ലക്ഷ്യമിട്ടിരിക്കുന്നത് 1000 കോടി. നിർണായക വെളിപ്പെടുത്തൽ ചർച്ചയാക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണി എന്നയാൾ ബാലമുരുകൻ എന്ന SIT കണ്ടെത്തൽ. ഇടനിലക്കാരൻ ശ്രീകൃഷ്ണനെയും തിരിച്ചറിഞ്ഞു. ശബരിമലയ്ക്ക് പുറമെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും സ്വർണ്ണക്കടത്ത് സംഘം ലക്ഷ്യമിട്ടിരുന്നതായി പ്രവാസി വ്യവസായിയുടെ മൊഴി. സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന പ്രവാസി വ്യവസായി ആരോപിച്ച ഡി മണി, ഡയമണ്ട് മണി ഡിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകൻ എന്നയാളെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഇയാളെയും സംഘത്തെയും പരിചയപ്പെടുത്തിയത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുമായി ബന്ധമുള്ളവരാണെന്നും പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. വിഗ്രഹങ്ങൾ കടത്താനായി ഈ സംഘം പണവുമായി ഇപ്പോഴും കറങ്ങുന്നുണ്ടെന്നും വ്യവസായി വെളിപ്പെടുത്തി. ഡി മണിയും സംഘവും 1000 കോടിയാണ് കേരളത്തിൽ ലക്ഷ്യമിട്ടതെന്നാണ് വിവരം. ഡി മണി പഞ്ചലോക വിഗ്രഹങ്ങൾ വാങ്ങി. സ്വർണം ഉരുക്കിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിൽ നടന്നുവെന്നും വ്യവസായിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. 2019-20 കാലങ്ങളിൽ 4 പഞ്ചലോക വിഗ്രഹങ്ങളാണ് രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് വിറ്റത്. ഡി മണിയാണ് ഇവ വാങ്ങിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇടനിലക്കാരൻ. വിഗ്രഹങ്ങൾ കൊടുക്കാൻ നേതൃത്വം നൽകിയത്
ശബരിമലയുടെ ഭരണ ചുമതലയുള്ള ഒരു ഉന്നതനാണെന്നും മൊഴിയിലുണ്ട്. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ചാണ് വിഗ്രഹക്കടത്തിലുള്ള പണ കൈമാറ്റം നടന്നത്. ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉന്നതനും മാത്രമാണ് പണം കൈമാറിയ സമയത്ത് ഉണ്ടായിരുന്നതെന്നും മൊഴിയിൽ പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയാമെന്നും വ്യവസായി പറഞ്ഞു. എന്നാൽ മൊഴി സത്യമാണോ എന്ന പരിശോധനയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ നഷ്ടമായതായി വിവരം ലഭിച്ചിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇടനിലക്കാരനായ വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. അതേസമയം പ്രവാസിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. ഡി മണിയും സംഘത്തെയും പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താൻ പണവുമായി ഇപ്പോഴും സംഘം കറങ്ങുന്നുവെന്നും വ്യവസായിയുടെ മൊഴിയുണ്ട്. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘത്തിന് ശബരിമലയിലെ വസ്തുക്കൾ പോറ്റി ഇടനില നിന്ന് വിറ്റെന്നായിരുന്നു പ്രവാസി വ്യവസായിയുടെ മൊഴി. 2019-20 കാലത്ത് ഡി മണി എന്നയാൾക്ക് വിഗ്രഹങ്ങൾ വിറ്റെന്നായിരുന്നു പ്രവാസി SITക്ക് മൊഴി നൽകിയത്. ഡി മണി യഥാർത്ഥ പേരല്ലെന്ന അന്വേഷണ സംഘം ആദ്യമേ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇയാളെ കണ്ടെത്താനും മൊഴിയിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാനുമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ഇതിനായി SIT സംഘം കർണാടകത്തിലെ ബെല്ലാരിയിലെത്തിയിരുന്നു. കേസിൽ അറസ്റ്റിലായ ബെല്ലാരി സ്വദേശി ഗോവർദ്ധന്റെ റൊഡം ജ്വല്ലറിയിൽ SIT പരിശോധന നടത്തി. 5-അംഗ സംഘമാണ് റൊഡം ജ്വല്ലറിയിൽ പരിശോധന നടത്തിയത്. 2ാം തവണയാണ് സ്വർണ്ണ കവർച്ച അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ബെല്ലാരിയിലെത്തുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്താൻ തിരിച്ച സംഘം ബെല്ലാരിയിലെത്തുകയും ഗോവർദ്ധനെ ചോദ്യം ചെയ്യുകയും ജ്വല്ലറിയിൽ നിന്ന് 474 ഗ്രാം സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പിടിച്ചെടുത്ത സ്വർണം താൻ പണം നൽകി വാങ്ങിയതാണെന്നും SIT പീഡിപ്പിക്കുകയാണെന്നും അറസ്റ്റിലായ ഗോവർദ്ധൻ ആരോപിക്കുന്നതിനിടയിലാണ് പ്രത്യേക സംഘം ബെല്ലാരിയിലെത്തി പരിശോധന നടത്തിയത്. യഥാർത്ഥ സ്വർണ്ണപ്പാളി എവിടെയെന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന.